शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखाद् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32 ഫലേച്ഛാകർമ്മങ്ങളിലെ ബന്ധനം. ശ്ലോകം 11 മുതൽ 15 വരെ വായിക്കാം. അഥ തം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം പ്രജാഭാവേന ഭാമിനി. ആദ്യാസ്ഥിരാചരാണാം യോ വേദഗർഭാ സഹർഷിഭിഃ യോഗേശ്വരൈ കുമാരാദ്യൈ സിദ്ധൈർയോഗാ പ്രവർത്തകൈഃ ഭേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേനാഭികർമ്മണാ കർത്തൃത്വാത് സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം. സ സംസൃത്യ പുനഃകാലേ കാലേനേശ്വരമൂർത്തിനാ ജാതേ ഗുണവ്യതികരേ യഥാ പൂർവം പ്രജായത്തെ ഐശ്വര്യം പാരമേഷ്ട്യം ച തേഭി ധർമ്മാ വിനിർമിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ സതി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമ്നേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 32 ഫലേച്ഛ കർമ്മങ്ങളിലെ ബന്ധനം. ശ്ലോകം 11. അദതം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനി. വർത്തനം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവേ, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന
പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഭക്തിയുത സേവനത്തിലൂടെ നേരിട്ട് ശരണം പ്രാപിക്കുക. ശ്ലോകങ്ങൾ 12-15. ആദ്യ സ്ഥിരചരാണാം യോ വേദഗർഭസഹർഷിഭി യോഗേശ്വരൈ കുമാരാദ്യൈ സിദ്ധൈർയോഗ പ്രവർത്തകൈഃ വേദദൃഷ്ട്വാഭിമാനേന നിസ്സംഗേനാഭികർമ്മണ കർത്തൃത്വാ സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം സംസ്കൃത്യ പുനഃകാലേ കാലേനേശ്വരമൂർത്തിന ജാതേ ഗുണവ്യതീതകരേ യഥാ പൂർവം പ്രജായതേ ഐശ്വര്യം പാരമേഷ്ട്യം ച തേഭി ധർമ്മ വിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണാവ്യതികരേ സതി. വർത്തനം. എന്റെ പ്രിയപ്പെട്ട മാതാവേ, ചില പ്രത്യേക സ്വാർത്ഥ താല്പര്യങ്ങളോടെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിച്ചേക്കാം. പക്ഷേ ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർക്കും സനത്കുമാരന്മാരെയും മരീചിയെയും പോലുള്ള മഹാമുനിമാർക്ക് പോലും സൃഷ്ടിയുടെ സമയത്ത് തിരികെ വരേണ്ടി വരുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പൂർണ്ണ വേദജ്ഞാനിയുമായ ബ്രഹ്മാവും ആധ്യാത്മിക പാതയുടെയും യോഗ സമ്പ്രദായത്തിന്റെയും രചയിതാക്കളുമായ മഹാമുനിമാരും കാലഘടകത്തിന്റെ സ്വാധീനത്തിൽ കീഴിലേക്ക് മടങ്ങി വരുന്നു. അവർ അവരുടെ ഫലേച്ഛാരഹിതമായ കർമ്മങ്ങളുടെ ഫലമായി പുരുഷാവതാരത്തിന്റെ പ്രഥമ പദം പ്രാപ്തമാക്കിയെങ്കിലും വീണ്ടും സൃഷ്ടി നടക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായും മുമ്പുണ്ടായിരുന്ന അതേ രൂപങ്ങളിലും സ്ഥാനങ്ങളിലും തിരികെ വരണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കപില ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലുള്ള വ്യക്തികൾ വ്യത്യസ്ത ആഗ്രഹങ്ങളോടുകൂടി വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഗതിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രൈവർഗികൾ എന്നറിയപ്പെടുന്ന ഗൃഹമേധികൾ, വേദങ്ങളിലെ ആദ്യ ഭാഗങ്ങളൊക്കെ അവർ അംഗീകരിക്കും. യജ്ഞങ്ങൾ, ദാനങ്ങൾ, തപസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മം പ്രവർത്തിക്കുന്നത്? അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി. കാമം, ധർമ്മം, അർത്ഥം, കാമം, ഇതാണ് ത്രൈവർഗികളുടെ ജീവിത ലക്ഷ്യം. അവർ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ടാവും, യജ്ഞദാന തപസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്നല്ല, ഈ ഭൗതിക ലോകത്ത് തന്നെ സുഖിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിന്റെ പുറത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏവം ത്രയീധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമകാമാലബന്ധെ, ഭഗവത്ഗീതയിൽ പറയും. ഈ 3 ധർമ്മങ്ങളും, ധർമ്മം, അർത്ഥം, കാമം, അവരൊരിക്കലും മോക്ഷത്തിലേക്ക് കടക്കാൻ തയ്യാറാകുന്നില്ല. ഈ ലോകത്ത് തന്നെ സുഖിക്കാം എന്ന് വിചാരിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ലോകത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് പറയും. അതിനുശേഷം ഭക്തന്മാരുടെ ഗതിയെക്കുറിച്ച് പറഞ്ഞു. ഭഗവാനിൽ നിന്ന് വേറിട്ട ആഗ്രഹമില്ലാതെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭക്തന്മാർ ഭഗവാന്റെ അടുത്തേക്ക്, വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭക്തിയിലേക്ക് വരാതെ പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യുന്ന വ്യക്തികൾ, പ്രാണായാമം കൊണ്ടോ യോഗ പ്രാക്ടീസ് കൊണ്ടോ ബ്രഹ്മചര്യം പാലിച്ചോ പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യുന്ന വ്യക്തികൾ ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അവർ അൾട്ടിമേറ്റ് ആയിട്ട് എത്തിച്ചേരുന്നത് ബ്രഹ്മലോകത്തിലേക്കാണ്. അങ്ങനെ ബ്രഹ്മലോകത്തിലും തുടർന്ന് ബ്രഹ്മാവിനെ സേവിച്ച് കഴിയുന്ന അവർക്ക് ബ്രഹ്മാവിന്റെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് ദ്വിപരാർത്ഥങ്ങളുള്ള ബ്രഹ്മാവിന്റെ ആയുസ്, 2 പരാർത്ഥങ്ങളാണ് ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറഞ്ഞിരിക്കുന്നു.
അങ്ങനെയുള്ള ദ്വിപരാർത്ഥങ്ങളുള്ള ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്ത് ബ്രഹ്മാവിനോടൊപ്പം മഹാവിഷ്ണുവിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ടും ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ, അവർക്ക് വീണ്ടും ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അടുത്ത സൃഷ്ടി സമയത്ത് തിരിച്ചു വരേണ്ടി വരും എന്നാണ് ഇവിടുത്തെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശം, കപില ഭഗവാന് തന്റെ മാതാവായിട്ടുള്ള ദേവഹൂതിയോട് നിർദ്ദേശിക്കാനുള്ളത്, അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ നേരിട്ട് ഭഗവാന്റെ ഭക്തിയോഗം ചെയ്യണം എന്നുള്ളതാണ്. നേരിട്ട് ഭക്തിയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ദേവന്മാരുടെ ഗ്രഹങ്ങളിലൊക്കെ പോയി അവരോടൊപ്പം ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ പോലും, മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും, ആ ഉയർന്ന ലോകങ്ങളിൽ ഉയർന്ന പൊസിഷൻ ഉള്ളത് കൊണ്ട് ആ പൊസിഷൻ വിട്ടുവരാൻ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബ്രഹ്മാവിനൊക്കെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പൊസിഷനാണോ ഉള്ളത്, സ്ഥാനമാണുള്ളത്. ബ്രഹ്മാവിന് ഭഗവാനെ പോലെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. പക്ഷെ ബ്രഹ്മാവ് ഒരു സാധാരണ ജീവാത്മാവാണ്. ഭഗവാനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ആ ബ്രഹ്മാവ് എന്നുള്ള ഒരു സ്ഥാനം വിട്ട് ഭഗവത് സന്നിധിയിലേക്ക് പോയി ഭഗവാന്റെ സേവനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. താനും ചില സമയത്ത് വിഷ്ണുവിനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ മഹാദേവനെ പോലെ തന്നെയാണ് എന്ന് ബ്രഹ്മാവ് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയും. ബ്രഹ്മാവിനെ ത്രിമൂർത്തികളിൽ ഒരു ദേവനായിട്ട് പരിഗണിക്കുന്നു. എല്ലാവരും ബ്രഹ്മാവിനെ ഭഗവാനെ തന്നെ പോലെ പുകഴ്ത്തുന്നു. ബ്രഹ്മാവാണ് സൃഷ്ടിയുടെ കാരണം എന്ന് സാധാരണ ജനങ്ങൾ കരുതുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം വിട്ട് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിലേക്ക് പോകാൻ ബ്രഹ്മാവിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആ സ്ഥാനം വിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത സൃഷ്ടി സമയത്ത് ഭിന്നതൃക്ക് എന്നുള്ള ഒരു വാക്ക് ഇവിടെ പറയുന്നുണ്ട്. ഭഗവാനിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ഈശ്വരനെ പോലെ കഴിയണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ബ്രഹ്മാവിനും ബ്രഹ്മാവിന്റെ അനുയായികൾക്കും, അനുയായികൾ എന്ന് പറയുന്നത് കുമാരന്മാര്, മറ്റു മുനിമാർ, പ്രജാപതിമാർ, ഇങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ അനുയായികൾക്കും ഒപ്പം അടുത്ത സൃഷ്ടി സമയത്ത് ബ്രഹ്മാവിന് തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം ബ്രഹ്മാവ് സ്വതന്ത്രനാണെങ്കിലും ബ്രഹ്മാവിന്റെ അനുയായികൾക്ക് മുക്തി കൊടുക്കാൻ ബ്രഹ്മാവിന് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മാവിനും ബ്രഹ്മാവിന്റെ അനുയായികൾക്കും മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും ഭഗവത് സേവന നിരതരല്ലെങ്കിൽ, ഭിന്നതൃക്കാണെങ്കിൽ തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരും എന്നാണ് പറയുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ആ ഒരു മെത്തേഡാണ് ഇവിടെ ദേവഹൂതിക്ക് കപില ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് 11-ാമത്തെ ശ്ലോകത്തിൽ. അധന്തം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനി. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഹൃത്പത്മേഷു കൃതാലയം, ശ്രുതാനുഭാവം ശരണം. ശ്രുതാനുഭാവം, ശ്രുതി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. അല്ലാതെ കണ്ണുകൊണ്ട് മനസ്സിലാക്കുന്ന വ്യക്തിയല്ല ഭഗവാൻ. അല്ലെ? പലപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കാതെ, മനസ്സിലാക്കാതെ ഭഗവാന്റെ ധാമങ്ങളിലൊക്കെ പോയിട്ട് എനിക്കൊന്നും തോന്നിയില്ല, ഇവിടെ ഇതാണോ ഭഗവാൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാരണം അവർ ഭഗവാനെ കുറിച്ച് കൃത്യമായിട്ട് കേട്ടിട്ടില്ല. ഭഗവാനെ കുറിച്ച് കേട്ടാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഭഗവാനെ ശ്രുതാനുഭാവം എന്ന് പറഞ്ഞിരിക്കും. ശ്രുതിയില്ലാതെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭക്തിയോഗത്തിലെ ആദ്യത്തെ ഘട്ടം ശ്രവണമായിട്ട് പറയുന്നത്. ശ്രവണം, ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നും ഭഗവാനെ ഗുരുപരമ്പരയിലൂടെ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ.
അത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. നമ്മൾ വലിയ വലിയ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പോലും കുഴപ്പമില്ല. ശ്രുത്വാന്യേപ ഉപാസതേ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭക്തന്മാരിൽ നിന്നും കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മൾക്ക് മുക്തി ലഭിക്കും എന്ന് പറയും. ശ്രുത്വാന്യേഭ്യ ഉപാസതേ എന്ന് പറയും. അപ്പൊ കേൾക്കുന്നത് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. ശ്രുതാനുഭാവം, അങ്ങനെയുള്ള ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ശരണം വ്രജ, അങ്ങനെയുള്ള ഭഗവാനെ പൂർണ്ണമായിട്ടും നേരിട്ട് ശരണം പ്രാപിക്കുക. ശരണം വ്രജ ഭാവേന ഭാമിനി. ഭാവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമപൂർവം, സേവനത്തിലൂടെ ഭഗവാനെ ശരണം പ്രാപിക്കണം. ആ പ്രേമപൂർവമുള്ള സേവനത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ലവിങ് ഡിവോഷണൽ സർവീസ് എന്ന് ശ്രീല പ്രഭുപാദർ പറയും. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമപൂർവമുള്ള ഭഗവാന്റെ സേവനമാണ്. അങ്ങനെയുള്ള ഭക്തിയിലൂടെ ഭഗവാനെ ശരണം പ്രാപിക്കണമെന്നാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ശ്രുതാനുഭാവം ശരണം, ശരണം വ്രജ ഭാവേന, ഭാവേന ഭക്തിപൂർവം ഭാമിനി, പ്രിയപ്പെട്ട മാതാവേ എന്ന് പറയും. അപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള അതേ നിർദ്ദേശം തന്നെയാണ് ഇവിടെ ദേവഹൂതിക്ക് കപില ഭഗവാൻ നൽകുന്നത്. ദേവഹൂതി നേരത്തെ തന്നെ ഭക്തയാണ്. ഭക്തയായതുകൊണ്ടാണ് ഭഗവാൻ സ്വയം ഭഗവാൻ തന്നെ ദേവഹൂതിക്ക് പുത്രനായിട്ട് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പ്രിയപ്പെട്ടവളെ എന്ന് മാതാവിനെ ഭഗവാൻ വിളിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഭക്തയാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തുടർന്നാൽ മതി. ഭഗവാന്റെ സേവനം ചെയ്ത് ഭക്തി ചെയ്തു പോയി കഴിഞ്ഞാൽ എല്ലാ ഭൗതിക ആകർഷണങ്ങളിൽ നിന്നും വിടുതൽ നേടി ദേവഹൂതിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതായിരുന്നു ദേവഹൂതിയുടെ ചോദ്യം. ഞാനൊരു സ്ത്രീയാണ്. ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് വളരെ ആകർഷണമുള്ളതാണ്, വളരെ ശക്തമാണ്. ബ്രഹ്മാവിന് പോലും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ തന്നെ ഇപ്പൊ പറഞ്ഞു അല്ലെ, കർമ്മപാശത്തെ ലംഘിക്കുന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. പൂന്താനം ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവിന് പോലും ഈ കർമ്മപാശത്തിനെ ബന്ധിക്കുക എന്നുള്ളത്, വിട്ടുപോകുക എന്നുള്ളത്, കർമ്മപാശത്തെ ലംഘിക്കുക എന്നത്, കർമ്മപാശത്തെ വിട്ടുപോകുക എന്നുള്ളത് എത്ര എളുപ്പമല്ല. അപ്പം ഒരു സ്ത്രീയായിട്ടുള്ള തനിക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നായിരുന്നു ദേവഹൂതിയുടെ ചോദ്യം. അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നത് ഇങ്ങനെ തന്നെ ഭക്തി ചെയ്ത് തുടർന്നാൽ മതി, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്രഹ്മലോകത്തിലെ പോലെയല്ല ഈ ഭൂമിയിൽ, ഭൂലോകത്തിൽ നമ്മൾക്ക് ഭക്തി മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ബ്രഹ്മലോകത്തിലെ പോലെ വലിയ സൗകര്യങ്ങളൊന്നും ഈ ഭൂമിയിലില്ല, വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ല, നമ്മൾക്ക് വലിയ അധികാരവുമില്ല. ബ്രഹ്മലോകത്തിൽ ഈശ്വരനെ പോലെയുള്ള അധികാരമാണ്, ഭഗവാനെ പോലെയുള്ള അധികാരം, നിയന്ത്രണ ശക്തി, സൃഷ്ടിക്കാനുള്ള ശക്തി, എല്ലാവരും ഭഗവാൻ എന്ന് വിളിച്ച് പുകഴ്ത്തുന്നു. അങ്ങനെയുള്ള ആകർഷണമൊന്നും ഈ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യന്മാർ കൂടുതലായിട്ട് നിസ്സഹായ അവസ്ഥയിലാണ്. അല്ല, മറ്റു ജീവികളെക്കാൾ നിസ്സഹായ അവസ്ഥയിലാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നതും വളരുന്നതും ഒക്കെ. മറ്റു ജീവികളൊക്കെ ജനിച്ച ഉടനെ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും, ഓടാനും നടക്കാനൊക്കെ സാധിക്കും. മനുഷ്യ ശരീരത്തിൽ അതിനൊന്നും സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ടും നിസ്സഹായ അവസ്ഥയിലാണ് മനുഷ്യൻ ജനിക്കുന്നതും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശരീരം മനുഷ്യ ശരീരം തന്നെയാണ് എന്ന് പറയും. ഭൂമിയിൽ കിട്ടുന്ന ഈ മനുഷ്യ ശരീരമാണ് വളരെ ക്ഷണികമാണെങ്കിൽ പോലും, വളരെ ഷോർട്ട് സ്പാൻ ആണെങ്കിൽ പോലും ഭഗവാനെ പൂർണ്ണമായിട്ടും ഭൗതിക ആഗ്രഹമൊന്നുമില്ലാതെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശരീരം ബ്രഹ്മലോകത്തിലുള്ള ശരീരമല്ല, ബ്രഹ്മാവിന്റെ ശരീരമല്ല, അത് മനുഷ്യ ശരീരമാണ് എന്നിവിടെ ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്. അതിന്റെ അടുത്ത ശ്ലോകങ്ങളിലാണ് ബ്രഹ്മാവിനും ബ്രഹ്മാവിന്റെ അനുയായികൾക്കും അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഭൗതിക സൗകര്യങ്ങൾ വീണ്ടും അനുഭവിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഈശ്വരനെ പോലെ തന്നെ പ്രവർത്തിക്കണം, ഈശ്വരനെ പോലെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കണം, ഈശ്വരനെ പോലെ സൃഷ്ടി നടത്തണം, ഈശ്വരനെ പോലെ അനുയായികൾ ഉണ്ടായിരിക്കണം, ഈശ്വരനെ പോലെ തന്റെ അനുയായികൾ തന്നെ പുകഴ്ത്തണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അവർക്ക് സ്വന്തമായിട്ട് മുക്തി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ ബ്രഹ്മാവിനും മുക്തി ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എവിടേക്ക് വരണം? ഈ ഭൂമിയിലേക്ക് വരണം. ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച് അവർ തിരിച്ച് വൈകുണ്ഠ ലോകത്തിലേക്ക് പെർമനന്റ് ആയിട്ട് തിരിച്ചു പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ മനുഷ്യജന്മം അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മാവിന്റെ ശരീരത്തിനേക്കാൾ ഭക്തി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശരീരം ഈ ഈ ഭൂലോകത്തിലുള്ള മനുഷ്യ ശരീരമാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം, നാമം ജപിക്കാം. അതിനുശേഷം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ബിജു പ്രഭുജി ജപിച്ചോളൂ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത